ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്ലാഷ് ഓഫ് ക്ലാൻ. ഗൈസ്, അപ്പോൾ നമ്മളിന്ന് പുതിയ ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗെയിമിലോട്ട് പോകുന്നതിന് മുന്നേ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ക്ലാഷ് ഓഫ് ക്ലാനിൻ്റെ ഗെയിം പ്ലേക്ക് നേരെ പോകാം. നമുക്കിതിൻ്റെ കുറച്ചൊക്കെ ഷോർട്സും വീഡിയോ ഒക്കെ ആയിട്ട് ഇടാം. അപ്പോൾ ഗൈസ്, ഞാൻ അത് കളിച്ചതാണ്, അതുകൊണ്ട് എനിക്ക് ഏകദേശം കളിയൊക്കെ അറിയാം. ഇത് ഫസ്റ്റ് ഇതാണ് കേസ്, മറ്റേ ഒരു ഇത് കാണിച്ചു തരാണ് കേസ്. നമുക്ക് നേരെ വന്ന് കണ്ടി മറ്റേ ഇവൻ്റെ പേരെന്തേന് ഓർമ്മയില്ല കേസ്, ഓർമ്മയില്ല. ഇവന് ഞാൻ ടൗൺ ഹാൾ അങ്ങനെന്തോ അത് അടിച്ചിടുക കേസ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാളെ ഇത് കീഴടക്കി, ഇനി കുറച്ച് ആൾക്കാർക്ക് ഇനിയും കുറേ ആൾക്കാർക്ക് കീഴടക്കണം. നമുക്കിനി ഒരു പണിക്കാരനും പടി വെക്കാം. അപ്പോൾ വെച്ചിട്ടുണ്ട്, ബാക്കി നോക്കട്ടെ. ഇതൊക്കെ ഗൈസ്. ഇതിന് പേരൊന്നും ഓർമ്മയില്ല, അപ്പോൾ ഞാൻ വേഗം വെച്ച് പോകുന്നുണ്ട് ഗൈസ്. ഇതൊക്കെ മറ്റേ സ്റ്റോറേജ് അങ്ങനെ എന്തോ ഇല്ലേ? അല്ല, സ്റ്റോറേജ് അല്ല, ഇത് നമ്മളത് കൂട്ടണത്, നമ്മൾ ആ പിങ്ക് സാധനത്തൊക്കെ കൂട്ടണ സാധനമാണ്. അതിപ്പോൾ 1000 അല്ല, അതിപ്പോൾ വെച്ച് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടോ 2500 അതിൻ്റെയൊക്കെ എല്ലാം ബിൽഡ് ചെയ്ത് ഫുള്ള് സെറ്റാക്കാം. അതിൻ്റെ പേയ്സൻ്റ് വെക്കുന്നുണ്ട്, നോ പ്രോബ്ലം. അറിയാം ഗൈസ്, കളി അറിയാം. പക്ഷേ ഇതിൻ്റെ ഇതിപ്പോൾ കപ്പൊന്നുമില്ല തോന്നണ്, എനിക്കറിയില്ല. ഇത് നമ്മളെ അർച്ചറിനൊക്കെ കിട്ടണേ, അർച്ചറി. പിന്നെ ആരൊക്കെയാണ് ബോംബർ, പിന്നെ എന്തൊക്കെ ഉണ്ട്. നോക്കട്ടെ ഗൈസ്. അപ്പോൾ നമുക്ക് ഇവനിടാം. എന്തിൻ്റെ പേര് ആർക്കറിയാം, തൽക്കാലം ഓർമ്മയില്ല. നമുക്ക് നേരെ അറ്റാക്കിലോട്ട് പോകാമെന്നുണ്ട്, ഓനെ പോയി അടിച്ചിടാം, അത്രേ ഉള്ളൂ. നേരെ പോയി അടിച്ചിട്ട് അത്രേ ഉള്ളൂ. കഴിഞ്ഞ് കഴിഞ്ഞ എൻ്റെ കഥ. അത് അർച്ചർ ടവറാണ് ഗൈസ്. അപ്പോൾ നമ്മളെ ബേസിനെ സംരക്ഷിക്കുന്ന അർച്ചർ ടവറാണിത്. എനിക്കറിയാം, എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാം ഗൈസ്. ഓക്കെ, 3 സ്റ്റാർ. ഫൈനലി നമുക്ക് നെയിം ഇടാം. അപ്പോൾ നെയിം ഗൈസ്, നെയിം എന്താണെന്ന് വെച്ചാൽ ഷെറുട്ടോ എന്നാണ്. ഷെറുട്ടോ. അപ്പോൾ ഇതിൻ്റെ ID ഞാൻ ഇപ്പോൾ തന്നെ കാണിച്ചു തരാം. അപ്പോൾ ID ഇനി ഞാൻ ക്ലാഷ് ഓഫ് ക്ലാൻ കളിക്കാൻ ക്ലാനൊക്കെ ഉണ്ടല്ലോ ഗൈസ്, അതിൻ്റെ ക്ലാനൊക്കെ ഞാൻ ബിൽഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ താല്പര്യം ഉണ്ടെങ്കിൽ, എൻ്റെ ഫ്രണ്ടാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇന്നെ എന്താണ് ചെയ്യുക, മറ്റേ ഫ്രണ്ടാക്കാം. അതിന് വേണ്ടി ID ഞാൻ ഇപ്പോൾ തരാം. കേട്ടോ ഗൈസ്, വെയിറ്റ് ആക്കേ. അത് വെച്ച് ലെവൽ 1 ഷെറുട്ടോ. അതിൻ്റെ നമുക്ക് 2 പണിക്കാരുണ്ട്. പിന്നെ ഡയമണ്ട് അല്ല എമറാൾഡ് സൂക്ഷിച്ച് വെക്കണം. ഡയമണ്ട് നയിപ്പം. അപ്പോൾ മറ്റേ നമ്മളത് ഇപ്പോൾ തരും. ID ഇപ്പോൾ തരേ. നോക്കട്ടെ, കുറേ ട്യൂട്ടോറിയൽ ഇങ്ങനെ കുറച്ച് പറഞ്ഞ് ഏകദേശം ട്യൂട്ടോറിയൽ ഇത്രേ ഉള്ളൂ തോന്നുന്നു. അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഫുള്ള് കുറച്ച് കളിക്കേണ്ടിയാണ്. എനിക്ക് പണ്ടറിയാം, ഞാനൊരു 8 9 അങ്ങനത്തെ വരെ പോയിക്കിന് ഞാൻ. പിന്നെ വീണ്ടും നിർത്തും, പിന്നെ വീണ്ടും കയറ്റും, അങ്ങനെ ഇനി. അപ്പോൾ പിന്നെ കയറ്റി സെറ്റാക്കി. പിന്നെ നോക്കട്ടെ, ഫ്രീ ആയിട്ട് മതിൽ ഫ്രീ ആയിട്ട് ഇനി പണ്ട് അല്ലല്ലോ, മതിൽ ഫ്രീ ആയിട്ടില്ലല്ലോ, പൈസക്കാണ് തോന്നുന്നു. എൻ്റെ ഓർമ്മ വെച്ച് പൈസക്കാണ് തോന്നുന്നു, അറിയില്ല ഗൈസ് നിൻ്റെ സെറ്റാണോ എന്ന്. നമുക്ക് തൽക്കാലം മതിലും കൊണ്ടൊക്കെ, അല്ലെങ്കിൽ അവിടെയൊക്കെ ആൾക്കാർ വരുന്ന ഗ്യാപ്പ് ഉണ്ടാവും. ഏത് ഗൈസ്, അപ്പോൾ നമുക്ക് സ്പൈഡർമാൻ കളിക്കാനുള്ളൊരു ചെറിയ ഇതുണ്ട്. അപ്പോൾ സ്പൈഡർമാൻ കളിക്കാൻ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഗൈസ് നിങ്ങളും കമൻ്റ് ഇടി, സ്പൈഡർമാൻ കളിക്കണോ. പിന്നെ അതേമാതിരി തന്നെ ഞാൻ പുതിയൊരു ബ്രാൻഡ് ന്യൂ അക്കൗണ്ടിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ അക്കൗണ്ടിൻ്റെ FFIDൻ്റെ കളക്ഷൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഗൈസ് നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഷുവറായിട്ട് കൊണ്ടുവരും, ഉറപ്പ്.
ഞാൻ എന്തായാലും കൊണ്ടുതരും, ഉറപ്പാണ്. കാരണം അത് കുറച്ച് പണി ഗൈസ്. എൻ്റെ സ്ക്രീൻ റെക്കോർഡർ ശരിയില്ല. അത് എന്താണെന്ന് വെച്ചാൽ വർക്കാവണില്ല. അതെന്നെ മെയിൻ കാര്യം, വേറൊരു കുഴപ്പമില്ല. അപ്പോൾ ലെവൽ 2 കാര്യങ്ങളും ആയിട്ടുണ്ട്. 5 ഡയമണ്ട് കിട്ടി. മൈ പ്രൊഫൈൽ ഇതാ ഗൈസ്, അതാണ് ഇതാ എൻ്റെ പ്രൊഫൈലിൻ്റെ ഇതാ R009U8RQI ആണ് തോന്നുന്നത് ഗൈസ്. ഞാനിവിടെ എഴുതി കൊടുക്കാം ഗൈസ്, ഞാൻ എഴുതി കൊടുക്കാം. അതായിരിക്കും നല്ലത്, എഴുതി തരേണ്ടി. ഓക്കെ, ഞാൻ മറ്റേ സാധനമൊക്കെ അത് ആൾക്കാരൊക്കെ കൂട്ടാനുള്ള സാധനമാണ് ഗൈസ്. ആ ബോൺഫയർ എടുത്ത സാധനം അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു. ഓക്കെ, അർച്ചറിന് കിട്ടെ. അർച്ചറിന് നമ്മളെ ഫസ്റ്റ് അറ്റാക്ക് കഴിഞ്ഞ് സെക്കൻഡ് അറ്റാക്കിലോട്ട് നമുക്ക് പോകണം. അതിന് മുന്നേ ഇവിടുത്തെ ആൾക്കാരൊക്കെ പണിയിട്ടെ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ വരുന്നതാണ് ഗൈസ്, വരുന്നതാണ്, നോ പ്രോബ്ലം. അപ്പോൾ നമുക്ക് അറ്റാക്ക് ചെയ്താൽ പോയാലോ? സുയി. ആഹാ, ഇത് കൊള്ളവല്ലോ. ഇത് നടക്കൂല ഗൈസ്, അത് നടക്കൂല, അത് നമ്മൾക്ക് പറ്റിയതല്ല, അതും നടക്കൂല. ഇത് പിന്നെ നോക്കാം, പക്ഷെ വേണ്ട എന്ന് തോന്നുന്നു എന്ന് പറയണമെന്നുണ്ടേനി. പക്ഷേ അർച്ചർ ഉണ്ടായതിനെ കൊണ്ട് വലിയ സീനില്ല. ഇതൊക്കെ ചെറുതാണ് ഗൈസ്, ഇതൊക്കെ ചെറിയ സാധനം. എന്തായാലും നോ പ്രോബ്ലം. ഓക്കെ, അപ്പം നമുക്ക് തീർത്ത്, അത് അത്രേ ഉള്ളൂ. തീർക്കും എന്ന് പറഞ്ഞാൽ തീർക്കും, അതൊക്കെ അത്രേ ഉള്ളൂ, വേറെ ഒന്നും പറയാനൊന്നുമില്ല. ഓക്കെ, 3 സ്റ്റാർ അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഇറ്റ്സ് എ ഗെയിം. അപ്പോൾ നമ്മൾ ടൗൺ ഹാളില്ലേ അങ്ങനെന്താണ് ആ സാധനം 2 ഇപ്പോൾ നമുക്ക് അതിനെ പറ്റി ഒരു ബേസ് സെറ്റാക്കണം. അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം. ഓക്കെ, കാരണം ബേസ് സെറ്റായിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടിപൊളിയാവും. അറ്റാക്ക് വരും, അതിനെ തടയുന്ന രീതിയിലുള്ള ബേസൊക്കെ ആവണം. നല്ല വൃത്തി ബേസാവണം. ഇതൊന്നും കഴിയൂ, ഇത് കഴിയും. മറ്റോ മറിച്ചാടാ. സത്യം പറഞ്ഞാൽ ഇവിടെ ഞാൻ പെട്ടത് എന്താ പറയുക, അപ്പുറത്ത് ആദ്യം ഇവരെ ഇട്ടിട്ട് അർച്ചറിനെ ഇട്ടാൽ മതിനി. ആകുമ്പോൾ അർച്ചറിനെ ഒരാളെ പോലും കൊല്ലില്ല. അർച്ചറാണ് സീനി. അർച്ചർ കുറച്ച് ഡാർക്കാണ്. എനിക്ക് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇഷ്ടം മറ്റേ ഡ്രാഗനാണ്, ഇലക്ട്രിക് ഡ്രാഗൻ. മറ്റേ ഡ്രാഗനും പിന്നെ ഒരു മതിൽ ആടിങ്ങാണ്ട് പോയില്ലേ, ഒരു പിങ്കിൻ്റെ മേത്ത് ചങ്ങായി സീനാ മാട്ടില്ല. ആംബർ കൊണ്ട് ഇങ്ങനെ അടിക്കൂ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ബ്യൂട്ടി ക്രിസ്ത്യാനോൻ്റെ ഐഡീൻ്റെ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ ഡൂ കമൻറ്റ്. അത്രേ ഉള്ളൂ, വേറെ ഒന്നും പറയില്ല. അപ്പോൾ കുറേ അപ്ഗ്രേഡ് ചെയ്യാനുണ്ട്, ഇതൊക്കെ ഇനി അപ്ഗ്രേഡ് ചെയ്ത് കഴിയണം. നമ്മളെ തടിയനെ ഇതാക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്, പേരറിയത്തതിനെ കൊണ്ട് കേട്ടോ. തടിച്ചുള്ള ചെങ്ങായിനെ ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്, അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. മറ്റേമ്പാടി നോക്കി കഴിഞ്ഞാൽ വേറെ സീനൊന്നുമില്ല. ഓക്കെ, ഇത് മൊത്തം ഞാൻ അപ്ഗ്രേഡ് ചെയ്ത് തീർക്കണം ഗൈസ്. ഇടയ്ക്കൊക്കെ ഞാൻ ഓഫ്ലൈനിൽ നിന്ന് ഗ്രൈൻഡ് ചെയ്യും, ഇടയ്ക്ക് ഞാൻ എന്തൊക്കെയാണ് ആട്ടും ഗൈസ്. ഇടയ്ക്കിടയ്ക്ക് ഓഫ്ലൈൻ ഗ്രൈൻഡിങ് ഉണ്ടാവാം. ഓക്കെ, ഇത് നല്ലതാണ്, ഇത് തെറ്റൊക്കെ ഇട്ടോ പൊട്ടെ. ഇത്രേ ഉള്ളൂ. ഈസി ബ്രോ, ഈസി. അപ്പോൾ അതങ്ങോട്ട് ആയിക്കോട്ടെ.
ഓ അത്രേ ഉള്ളൂ, ഈസിയാണ്. അതൊക്കെ നമുക്ക് ജയിക്കാൻ 3 സ്റ്റാർ കിട്ടാന്ന് പറഞ്ഞാൽ വലിയ പണിയൊന്നുമില്ല. അതൊന്നും വേറെ വലിയ പണിയൊന്നുമില്ല. ഇപ്പം 257 ഡയമണ്ട് എമറാൾഡോ ഡയമണ്ട് എന്നിട്ട് അതാ ബോംബർ, അതാ 1 2 3 5-ാമത്തെ ഡ്രാഗൻ, ഓൻ അടിപൊളി. നമുക്ക് ഡൊണേഷനും കിട്ടില്ല, ഡൊണേഷൻ അങ്ങനെ എന്തുണ്ട്. മറ്റേതാ പൊട്ടി തകർന്നെടുക്കണതാണ് കൊണ്ട് ഒരു ക്ലാനിൽ ചെയ്തായിരുന്ന ആ ക്ലാനിൽ നിന്ന് ആരെങ്കിലുമൊക്കെ നല്ല ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ, നല്ല പെർഫെക്റ്റ് ആളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കഴിച്ചൊക്കെ തരും. അപ്പോൾ അതും നല്ലൊരു ഇതാണ്. അതുണ്ടെങ്കിൽ തന്നെ പകുതിയോളം എല്ലാ ഇതും അടിച്ചിടാം. ഇതടിക്കുക, ഇത് സുഖമായിട്ട് ഇട്ടിക്കുക. ഈസി പീസിയാ, ഈസി പീസി. അത്രേ ഉള്ളൂ, ഈസി പീസി, ഈസി പീസി, ഈസി പീസി. അത്രേ ഉള്ളൂ കേസ്, അത്രേ ഉള്ളൂ, വേറെ വന്നില്ല. എന്തായാലും ഈ കേസ് ഞാനറിഞ്ഞത് ജയിക്കും. കാരണം അത് വെച്ചുണ്ടാക്കുമ്പോൾ എന്തിനു പറയാം, ഇതിപ്പോൾ ഞാൻ ക്ലാൻ തുടങ്ങുകയാണെങ്കിൽ അവിടെ ഒരു ക്ലാനിൻ്റെ ഒരു തുടങ്ങണ ഇതുണ്ടാവും കേട്ടോ കേസ്. അപ്പോൾ പേര് W ടീമെന്നോ അല്ലെങ്കിൽ W സ്കൂളിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. W ക്ലാനോ W ടീമോ അങ്ങനെ എന്തെങ്കിലും. എന്നിട്ട് എല്ലാവരും W വെച്ച് വരിട്ടാൽ അടിപൊളിയായിരിക്കും. അപ്പം നല്ല രസമുണ്ടാവും. അതേമാതിരി നമ്മളെ ഫീഫർത്ത് ഗിൽഡിൻ്റെതും ചേഞ്ച് ചെയ്യണമെന്നുണ്ട്. ഒന്ന് നമുക്ക് ഫിക്സഡ് ആവണില്ല അങ്ങോട്ട്, എന്താണെന്നറിയില്ല. അപ്പോഴത്തേക്കും മാറി 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 കളിക്കുക. അത് എൻ്റെ കുഴപ്പമാണോ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ഇനി ഇത് ഞാൻ ഗിൽഡ് തുടങ്ങൂല. ഇനി എന്തെങ്കിലും ചെയ്ത് പറ്റും. ഇനി ഗിൽഡ് ഇനി ഞാൻ തുടങ്ങൂല. അത് ലാസ്റ്റ് ഞാൻ ഫൈനൽ ഗിൽഡായി W സ്കൂൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗിൽഡ് എന്തായാലും തുടങ്ങും. അത് കഴിഞ്ഞാൽ പൊട്ടി പാളീസായാലും ഇതായാലും ഞാനിനി അതിൻ്റെ അകത്ത് തന്നെ ഇരിക്കും. അങ്ങനല്ല ആരും കയറില്ല, അങ്ങനെ നല്ല തൊഴിലാണെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോവും. എല്ലാവരും അതിൻ്റെ അകത്ത് ആൾക്കാരുണ്ടെങ്കിൽ ഓലെ കിക്കടിച്ച് വേണ്ടി ഞാൻ ഇറങ്ങിപ്പോവും. അതായിരിക്കും ഇനി ഉണ്ടാവുക. എല്ലാവരും എന്നിട്ട് ഞാൻ വേറെ ഗിൽഡിലൊന്ന് കയറാൻ നിൽക്കും. ഇനി നല്ല ഗിൽഡ് കിട്ടുമ്പോൾ ഏതെങ്കിലും യൂട്യൂബേഴ്സിൻ്റെ ഗിൽഡൊക്കെ കയറാൻ ഞാൻ നോക്കാം. ഞാൻ അങ്ങനെ ഇരിക്കും. മെയിനായിട്ട് കേസ് ഞാൻ ഞാൻ ഇത്ര കേസ് അപ്പോൾ നമ്മളെ ഫീഫറിൽ ഗോജോൻ്റെ കൊളാബറേഷൻ വന്നിക്കണി. എന്ത് ലാഗാണോ കേസ്, മുടിഞ്ഞ ലാഗാണ് കേസ്. ഞാൻ കളിച്ച ഒരു കളിയിൽ ഒരു പ്രാവശ്യം പോലും ലാഗ് രാത്രി ഒരു റൗണ്ട് പോലില്ല. CS നാല് റൗണ്ട് ഞാൻ ബാക്കടി ചെറിയ 4 റൗണ്ട് ഞാൻ ബാക്കടി ചെറിയ കേസ്. ഇതൊക്കെ എന്ത് സാധനം. എന്നിട്ട് 4 റൗണ്ട് ബാക്കടി കയറിയിട്ട് അത് അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ചാവും, ഒന്ന് ഗ്ലിച്ച് അടിച്ചാണ്ട് നിൽക്കൂ. ഇതന്നെയാണ്, ഇത്രേ ഉള്ളൂ. പിന്നെ ഗൈസ് അപ്പോൾ നമുക്ക് നമ്മളെ ബേസ് ഒന്ന് സെറ്റാക്കാം ഗൈസ്. മതിലൊക്കെ റെഡിയാക്കട്ടെ. അതാണ് മെയിൻ പ്രശ്നം, അല്ലാതെ വേറെ ഒന്നുമില്ല. കളിക്കണമെന്ന് തോന്നുമ്പോൾ കയറുമ്പോൾ തന്നെ മാരിയാണ്. പോലത്തിന് ഈ ജുജുപ്സ് കേസിന് മറ്റൊരു UGൻ്റെ വണ്ടിയിലാണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അതിൻ്റെ നിങ്ങളൊക്കെ എത്ര എത്തിയെന്ന് ജസ്റ്റ് കമൻറ്റ് ഇടാം. പോലത്തിന് നിങ്ങൾക്ക് എത്ര ഇതുണ്ട്. എൻ്റെ ഞാൻ പറഞ്ഞുതരാം, 120 ആയിട്ടുള്ളൂ കേസ്. കാരണം കളിക്കാനില്ല, കളിക്കാനാണെങ്കിൽ ലാഗൊന്നുമില്ല. അങ്ങനെ കിട്ടണം, അങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ല, നഷ്ടമാണ്. ഇത് എൻ്റെ റാങ്കൊക്കെ ഇപ്പോൾ ആ BT ക്രിസ്ത്യാനോ ഓൾറെഡി കളിക്കില്ലേനു. ഒന്ന് ലെവലാക്കി കൊണ്ടുവരാമെന്ന് വിചാരിച്ചപ്പോൾ ആ UGൻ്റെ വണ്ടിയിൽ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ആണെങ്കിലോ എന്ത് പ്രശ്നം, എന്തിനാ പേര്, അയ്യോ മറന്നുപോയി. ജുജുപ്സ് കേസിൻ്റെ കൊളാബ് വന്നതിന് ശേഷം ഫുള്ളു ലാഗ് എന്ന് പറഞ്ഞാൽ ഫുള്ളു ലാഗാ, അത്രയ്ക്ക് ലാഗാ. അതാണ്, വേറെ ഒന്നുമല്ല കളിക്കാത്തൊന്നും. കളിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ കളിക്കാൻ തോന്നുന്നുണ്ട് ഗൈസ്.
അപ്പോൾ നമ്മൾ ബേസിൻ്റെ പകുതിയോളം സെറ്റ് ആയി ആർക്കെങ്കിലും 2 ഒക്കെ ഉള്ളൊരു കൈ ഇങ്ങനെ വെക്കണേ വെച്ചോ. ഇതൊക്കെ ഈസിയാണ്. ഞാൻ കുറേ ഒറ്റയ്ക്ക് ഞാൻ കൂടുതൽ വെച്ച പൈസയൊക്കെ ഒറ്റയ്ക്കാണ് കേട്ടോ. വിട്ടുപോയി. ഞാൻ ഈ പണ്ട് കളിച്ചപ്പോഴും ഒറ്റയ്ക്കാണ് വെച്ചത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ നിർത്താനൊക്കെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നിർത്തും. പിന്നെ നമുക്ക് ഷോർട്സ് ആയിട്ടിരിക്കാൻ കൂടുതലുണ്ട്. ആ പാർട്ട് 1 പാർട്ട് 2 എന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെയൊക്കെ ഇടാം. ചിലപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ ഇടും, ചിലപ്പോൾ ഞാൻ അങ്ങനെ ഇടും. പറയാൻ പറ്റില്ല. കാരണം ക്ലാഷ് ഓഫ് ക്ലാൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ക്ലാഷ് ഓഫ് ക്ലാൻ മിനിമം 2 അറ്റാക്ക് ചെയ്യാൻ കഴിയും. അത്രേ ഉള്ളൂ. 2 അറ്റാക്ക് നമ്മളെ ബേസ് സെറ്റായിട്ടുണ്ട്. 2 അറ്റാക്ക് ചെയ്യാൻ കഴിയും. എന്നിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. എന്നിട്ട് എൻ്റെ ഓർമ്മ വെച്ച് എന്നിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാത്തുക്കണം ആ ടൈം ആവണ വരെ ആൾക്കാരെ സെറ്റാൻ വേണ്ടി. അങ്ങനെയാണ്. ഇതിപ്പോൾ ഇനി മാറിക്കുന്നു തോന്നുന്നു. അത് മാറിക്കുന്നു ഗൈസ്. ഇതൊരു ടൈമൊന്നുമില്ല. ഇൻഫിനിറ്റി അറ്റാക്കാണ്. കപ്പും ഇല്ല. കപ്പുണ്ടെങ്കിൽ ഒരു ഹരം തന്നെയാണ്. കപ്പ് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെ ഒരു വൈബ് തന്നെയാണ്. ആ കപ്പിന് വേണ്ടി നമ്മൾ കുറേ ചിലതൊക്കെ ഉണ്ടാവും വലിയ സ്ഥലവും 10 കപ്പ് അങ്ങനെയൊക്കെ ഉണ്ടാവും. ചില ഇതിന് അതന്നെ കാര്യം, വേറെ കാര്യമൊന്നുമില്ല. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ബൈ.